യൂറോപ്പിൽ ജോലി ചെയ്യാൻ ഡിഗ്രി ഇല്ലാന്നുണ്ടെങ്കിലും അവസരം കിട്ടുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് മെഡിറ്ററേനിയൻ സീയുടെ നടുവിലുള്ള ഒരു മനോഹരമായിട്ടുള്ള യൂറോപ്യൻ രാജ്യമാണ് അല്ലെങ്കിൽ ഒരു ഐലാൻഡ് ആണ് മാൾട്ട എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇവര് ഒരുപാട് സീസണൽ വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് നോൺ യു കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, ഈ ഒരു കാറ്റഗറിയിലുള്ള ജോബിനാണ് ഇവരൊക്കെ വിളിക്കുന്നത്. സോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണമെന്നുള്ളത് ഇവർ നിർബന്ധം പറയണില്ല. സോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു മാൾട്ട സീസണൽ വർക്ക് പെർമിറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. അതായത് സീസണൽ വർക്ക് പെർമിറ്റ് ആണ്, അതായത് വർക്ക് പെർമിറ്റ് പ്ലസ് ഡി വിസ അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു പെർമിറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷോർട്ട് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ 90 ഡേയ്സ്, അതുപോലെ തന്നെ ലോങ് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ അപ് ടു 9 മന്ത്സ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. പെർമിറ്റ് ഫീ വരുന്നത് ഒരു 250 യൂറോ പെർമിറ്റ് ഫീ ആണ് വരിക. പിന്നെ അതുപോലെ തന്നെ ഡി വിസയ്ക്ക് ഒരു 100 യൂറോ വരും. പിന്നെ ഈ ഒരു പ്രോസസ്സിംഗ് ടൈം നമുക്ക് അറൗണ്ട് ഒരു 2 to 3 ഒരു 2 to 3 മന്ത്സ് ആണ് നമുക്ക് പ്രോസസ്സിംഗ് ടൈം വരിക. പിന്നെ ഇങ്ങനെ പോണ ആളുകൾക്ക് ഒരു മിനിമം സാലറി ആയിട്ട് ഒരു 9.50 യൂറോ പെർ ഹവറിലാണ് കേട്ടോ പറയുന്നത്. മണിക്കൂറിൽ നമുക്ക് 9.15 യൂറോ നമുക്ക് ഇവർ കൊടുക്കും. അതുപോലെ തന്നെ ഒരു മന്ത്ലി ഏണിംഗ് ആയിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഏകദേശം നമുക്കൊരു 1400 to ഒരു 1600 യൂറോ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം നമുക്ക് ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ ഏകദേശം 1,54,000 മുതൽ 1,76,000 വരെയാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഇതിന് വരിക. ആൾറെഡി പറഞ്ഞ പോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സെക്ടേഴ്സ് പറയുന്നത് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, ഈ ഒരു മേഖലയിലൊക്കെയാണ് വരുന്നത്. ഇനി ഇങ്ങനെ പോണ ആളുകൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ലീഗൽ വർക്ക് ഓതറൈസേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂറോപ്യൻ വർക്ക് എക്സ്പീരിയൻസ് കിട്ടും. ഇന്റർനാഷണൽ കരിയർ എക്സ്പോഷർ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയോൺമെന്റ്, നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ് അക്രോസ് യൂറോപ്പ്, ബെറ്റർ ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ് പ്രോസ്പെക്ട്. സോ ഇതൊക്കെ ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ഇനി ഹൂ ക്യാൻ അപ്ലൈ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി നോക്കുക. അതായത് നോൺ യു കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ ഇന്ത്യയിലാണ്, നമ്മളൊരു നോൺ യു കാൻഡിഡേറ്റ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ വേണം. ഈ ഒരു വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ അതുപോലെ തന്നെ ഒരു സീസണൽ ജോബാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 to 9 മന്ത്സ് വരെയാണ് നമുക്ക് ഈ ഒരു സീസണൽ ജോബ്സിന്റെ ഒരു പീരീഡ് എന്ന് വരിക. സോ ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസും മാൻഡേറ്ററി അല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഐലാൻഡിലേക്ക് പോകാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് വേണം എന്നുള്ളത് നോക്കി നോക്കാം. ഏറ്റവും ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണം. പിന്നെ നമുക്ക് ജോബ് ഓഫർ ലെറ്റർ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അത് വേണം കേട്ടോ. അതെങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളുടെ അക്കോമഡേഷനൊക്കെ നമ്മൾ സെറ്റ് ആക്കണം. അക്കോമഡേഷൻ്റെ പ്രൂഫ് വേണം. നമുക്ക് ഇതിന്റെ സപ്പോർട്ടൊക്കെ നമ്മളുടെ എംപ്ലോയർ ചെയ്യും കേട്ടോ. ഈ ഒരു അക്കോമഡേഷനൊക്കെ ഒരുവിധമൊക്കെ ഫ്രീ അക്കോമഡേഷൻ ആവും. ഇനിയിപ്പോൾ റെന്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസും ഈ ഒരു എംപ്ലോയർ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വേണം. ഫിനാൻഷ്യൽ പ്രൂഫ് നമ്മൾ കാണിക്കണം. വിസ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ ട്രാവൽ ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കണം. അതായത് നിങ്ങൾ ഔട്ട് ഓഫ് ഇന്ത്യ എവിടെയെങ്കിലും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാണിക്കുക. സോ ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ് വരുന്നത്. സോ ഈ ഒരു മാൾട്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് 7000 വർഷത്തോളമുള്ള ഹിസ്റ്ററി, അതുപോലെ തന്നെ സ്റ്റണ്ണിങ് ബീച്ചുകൾ, സോ അങ്ങനെ എല്ലാം കൊണ്ട് ഫേമസ് ആണ് മാൾട്ട. സോ ഇനി ഇതിന്റെ പ്രോസസ്സിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് എത്രത്തോളം ടൈം എടുക്കുന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ ഈ ഒരു പെർമിറ്റ് അപ്രൂവലിനൊക്കെ ആയിട്ട് സാധാരണ ഒരു 2 to 3 മന്ത്സ് ആണ് പറയുന്നത്. വിസ പ്രോസസ്സിങ്ങിന് ഒരു 2 to 4 വീക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റർ പ്രോസസ്സിങ് നമുക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 3 to 4 മന്ത്സ് എന്തായാലും നമ്മൾ അതിന് കണക്കാക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിനായിട്ട് നമ്മൾ നോക്കണം. സോ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യുക, നമ്മളുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നോക്കി നോക്കാം. ഏറ്റവും ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാൾട്ട എംപ്ലോയറുടെ അടുത്ത് നിന്ന് ഒരു ജോബ് ഓഫർ നേടിയെടുക്കുക എന്നുള്ളതാണ്. സോ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ കുറച്ച് ജോബ് പോർട്ടൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് jobsinmalta.com, യുഎസ് മാൾട്ട, മാൾട്ട jobs.eu, jobsplus.government.mt മാൾട്ട, അതുപോലെ തന്നെ keepmeposted.com.mt. ഇതൊക്കെയാണ് ജോബ് പോർട്ടൽ. ഈ ഒരു മാൾട്ടയിൽ ജോബ് കിട്ടാനുള്ള പ്രധാനമായിട്ടുള്ള ജോബ് പോർട്ടൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുവഴി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു ജോബ് ഓഫർ നേടിയെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ഒരു ജോബ് ഓഫർ നിങ്ങൾ നേടിയെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സിംഗിൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരിക. ഇതിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഈ ഒരു എംപ്ലോയർ ചെയ്തു തരുന്നതായിരിക്കും.
പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പെർമിറ്റ് ഫീ നമ്മൾ അടയ്ക്കണം. അതായത് 280 യൂറോ നമ്മൾ പെർമിറ്റ് ഫീ അടയ്ക്കണം. സ്റ്റെപ്പ് 4 വരിക, ഈ ഒരു അപ്രൂവൽ കിട്ടിയ ശേഷം നമ്മൾ ഈ ഒരു മാൾട്ട ഡി വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് ഈ ഒരു വിസ അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാൾട്ടയ്ക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് വരിക. സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിംഗ് ടൈം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളൊരു 3 to 4 മാസം മുമ്പ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജോബ് ഓഫർ നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു അക്കോമഡേഷൻ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നമ്മളുടെ എംപ്ലോയറിനോട് ചോദിച്ച് ഉറപ്പാക്കണം. പിന്നെ അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞാൽ മതി. ഈ ഒരു സമ്മർ സീസണിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. ഞാൻ എന്തായാലും ഈ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതുവഴി പോയിട്ട് ഈ ഒരു സീസണൽ ജോബിൻ്റെ കാര്യത്തിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു മാൾട്ട എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് നോക്കുക. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഇതുപോലത്തെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. സോ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.